പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. എമ്പുരാൻ അഥവാ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം. നമ്മുടെ പ്രിയ നടന്മാരായ മോഹൻലാലും അതേപോലെ പൃഥ്വിരാജും ഒത്തൊരുമിച്ച ഈ ചിത്രം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളെ വളരെയധികം ചിന്തയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച്, ഇതിൻ്റെ രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരികമായ ഇടപെടലുകൾ, സമൂഹത്തിൽ എങ്ങനെ ഈ ചിത്രം ഇടപെടുന്നു എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പണ്ഡിതനും ദാർശനികനും നിരൂപകനുമായ ശ്രീ ഹുസൈൻ ബദരി നമ്മളോട് ഇന്ന് സംവദിക്കുകയാണ്. അമ്പുരാൻ സിനിമയെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പൊ ഈ വിവാദം വളരെ രസകരമായ ഒരു വിധാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ സിനിമ കൊണ്ട് ധാർമ്മികമായ അല്ലെങ്കിൽ ആശയപരമായ പരിക്കേൽക്കും, അല്ലെങ്കിൽ ജനാഭിപ്രായം തങ്ങൾക്ക് പ്രതികൂലമാകാൻ ഈ ചിത്രം കാരണമാകും എന്ന് വിചാരിക്കുന്ന ആളുകൾ പല രീതിയിൽ സമാധാനിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇന്ന് കേട്ട സമാധാനം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുത്തുന്ന രംഗങ്ങളോ ഇതിലുണ്ടാകുമെന്ന് സംവിധായകനായ രാജപ്പൻ പൃഥ്വിരാജ് മോഹൻലാലിനോട് പറഞ്ഞിരുന്നില്ല. അതുപോലെ ഇതിന്റെ നിർമ്മാതാവായ ഗോപാലൻ ചേട്ടനോടും പറഞ്ഞിരുന്നില്ല. അത് പൃഥ്വിരാജ് അതങ്ങ് പണി ഒപ്പിച്ചതാണ് എന്ന് ആശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. പിന്നെ ഇത് വേറെ രസകരമായിട്ടുള്ളൊരു വ്യാഖ്യാനം ഇപ്പോൾ വന്നിട്ടുള്ളത്, ഈ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കും അവരുടെ വീക്ഷണങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും വിരുദ്ധമായ ഒരു സിനിമ ഇവര് പിടിക്കുന്നതിന് മുമ്പ് ഈ ഗോപാലനും പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ കൂടി സംഘപരിവാറിന്റെ അനുവാദം ആദ്യം വാങ്ങിച്ചിരുന്നത്ര, ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു സിനിമ പിടിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ അതിന്റെ വിഷമമൊന്നും തോന്നരുത്, അതൊക്കെ പൊരുത്തപ്പെട്ട് നല്ല എന്താ ആദ്യം പറഞ്ഞിട്ടാണ്. അതായത് ഏതുപോലെയാന്ന് വെച്ചാൽ, ഈ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ ഒക്കെ അനുവാദം വാങ്ങിച്ചിരുന്നു. ചേട്ടാ, ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ പോകുന്നുണ്ട്, അപ്പൊ ഒന്നും തോന്നരുത്, ആയിക്കോട്ടെ, നിങ്ങൾക്കുടെ ഒരാശയല്ലേ, അത് നടന്നോട്ടെ എന്നുള്ള നിലയിൽ ഇസ്രായേലും നെതന്യാഹും ഒക്കെ അനുവദിക്കുകയും ആശീർവദിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന് കൂടി ഗുണകരമാവുന്ന തരത്തില് ഹമാസിന് താരവില കിട്ടുന്ന രീതിയിൽ അവര് ഒക്ടോബർ 7 ആക്രമണം നടത്തിയത് എന്ന് പറയുന്നത് പോലെയാണ് സംഘപരിവാറിന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണ് മോഹൻലാലും പൃഥ്വിരാജും ഗോപാലനും ഒക്കെ കൂടി ഈ സിനിമ പിടിച്ചത് എന്നുള്ളൊരു വ്യാഖ്യാനം വന്നിരിക്കുന്നു. ഏതായാലും സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, എത്രത്തോളം സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഈ സിനിമയിൽ ഇപ്പൊ ഒരു 17 തിരുത്തലുകൾ വരുത്തും എന്ന് പറയണ കേട്ടു. 17 തിരുത്തലുകൾ. എന്താണ് ഈ 17ന്റെ? ഏതെങ്കിലും ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തതായിരിക്കുമോ? അങ്ങനെ ആ 17 എന്നുള്ള അക്കം അത് വളരെ പ്രധാനമാണ്. ഈ ഹോട്ടലുകളിലൊക്കെ മന്ത്രിമാരൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ താമസിക്കുമ്പോൾ ചില പ്രത്യേക അക്കങ്ങളിലുള്ള നമ്പർ റൂമുകൾ അവർ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടി ആ പ്രത്യേകമായ നമ്പറുള്ള റൂം അവർ സെലക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ 17 തിരുത്തലുകൾ ഈ സിനിമയിൽ വരുത്തിയാൽ ഈ സിനിമയെ തൊട്ട് എല്ലാ ബലാമുസീബത്തും ഒഴിവായി പോകുമെന്ന് ഏതെങ്കിലും തങ്ങളോ മുസ്ലിയാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാമിയോ പറഞ്ഞു കൊടുത്തതാണോ എന്നും അറിയില്ല. ഏതായാലും ഒരു തരത്തിൽ വളരെ രസകരവും മറ്റൊരു തലത്തിൽ വളരെ സ്തോഭജനകവുമായ തലങ്ങളിലൂടെയാണ് ഈ എമ്പുരാൻ സിനിമയെ കുറിച്ചുള്ള ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല തരത്തിലുള്ള തമ്പുരാക്കന്മാരും എമ്പുരാൻ സിനിമയെ കുറിച്ചുള്ള വിവാദങ്ങളിൽ പല തമ്പുരാക്കന്മാരും വന്ന് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ സംഘപരിവാറിന്റെ ബുദ്ധിജീവിയായിട്ടുള്ള ഒരു തമ്പുരാൻ ഇന്നലെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ആ സെൻസർ ബോർഡില് വേണ്ടത്ര അഴിച്ചുപടി വരുത്തുന്നതിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല. ആ സെൻസർ ബോർഡിന്റെ തലപ്പത്ത് ബോളിവുഡ് നടനായ അല്ലെങ്കിൽ ബോളിവുഡിലെ സിനിമ പ്രതിഭയായ ഒരാളുണ്ടായിരുന്നു. അവൻ മോഡി ഭരണത്തിൽ വന്നപ്പോൾ
മോഡി അച്ഛാ മോഡി ഹേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് എഴുതി മോഡിയെയും RSSനെ സൂചിപ്പിച്ചു. അപ്പൊ അതില് RSSും BJPയും കേന്ദ്ര ഭരണകൂടവും ഒക്കെ വീണുപോയി. അങ്ങനെ ആ ഒരു സൂചിപ്പിക്കലിന്റെ തണലില് ഇങ്ങനെ ആ സെൻസർ ബോർഡിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് അവര് പലതും സംഘ് താല്പര്യങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടതാണ് മറ്റേ അലി അക്ബറിന്റെ ഏതാ പുള്ളിയുടെ പേരെന്താ, രാം സിംഹൻ അല്ലെ, രാം സിംഹന്റെ പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയ്ക്ക് അനുമതി കൊടുക്കുന്നതിന്, അതിന് സാക്ഷ്യപത്രം കൊടുക്കുന്ന, അനുമതി പത്രം കൊടുക്കുന്നതിന് വീഴ്ച വരുത്തിയതിന്റെ പിന്നിൽ ചരട് വലിച്ചതും ഈ കേന്ദ്ര സെൻസർ ബോർഡിന്റെ അമരത്തിരിക്കുന്ന ഈ സംഘപരിവാര വിരുദ്ധ മനോഭാവമുള്ള ഈ ചങ്ങാതി തന്നെയാണ്. അവൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് എമ്പുരാൻ സിനിമയ്ക്കും പ്രദർശനാനുമതി നൽകിയിട്ടുള്ളത്. അപ്പം മറ്റെല്ലാ തലങ്ങളിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതുപോലെ ഇവിടുത്തെ ചരിത്ര ഗവേഷണ കേന്ദ്രം, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള വകുപ്പുകൾ, അവിടെയെല്ലാം സമഗ്രമായ അഴിച്ചുപണി, സംഘി മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ, സംഘി വീക്ഷണത്തിൽ അധിഷ്ഠിതമായ അഴിച്ചുപണി നടത്തിയതുപോലെ സെൻസർ ബോർഡിലും ആ രീതിയിലുള്ള അഴിച്ചുപണി നടത്താത്തതിന്റെ അനന്തര ഫലങ്ങളാണ് ഇപ്പോൾ സംഘമിത്രങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള കരച്ചിലാണ് ഞാൻ ഈ പറഞ്ഞ ദാർശനികൻ ഇന്നലെ മുന്നോട്ട് വെച്ചത്. ഏതായാലും വക്കീലിന്റെ ശ്രദ്ധയിൽ ഏതെല്ലാം തരത്തിലുള്ള കരച്ചിലുകളാണ്, സങ്കടങ്ങളാണ്, പരിദേവനങ്ങളാണ് ഇത് സംബന്ധമായിട്ട് പെട്ടിട്ടുള്ളത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് അതിന്റെ റിവ്യൂസ്, അതേപോലെ നിരീക്ഷകരും നിരൂപകരുമായിട്ടുള്ള, സിനിമാ നിരൂപകരുമായിട്ടുള്ള വ്യക്തികൾ അതിനെക്കുറിച്ച് പങ്കുവെച്ച വീഡിയോകളിൽ നിന്നും, അതേപോലെ സാമൂഹിക മാധ്യമങ്ങളിൽ അവർ പങ്കുവെച്ച കുറിപ്പുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഗുജറാത്തിൽ നടന്ന വംശഹത്യ, അതേപോലെ ഇന്ത്യയിൽ നടന്ന പല വംശീയ കലാപങ്ങൾ, അതേപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകൾ അവരെ കൊന്ന ആളുകൾ, അതായത് വംശഹത്യ നടത്തിയ ആളുകളുടെ പല വീഡിയോകളും, അല്ലെങ്കിൽ അവരെ പ്രതിപാദിക്കുന്ന, അവരുമായി സാമ്യമുള്ള പല കഥാപാത്രങ്ങളും ഈ സിനിമയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഇടത്, വലത്, അതേപോലെ മധ്യ, BJP ഉൾപ്പെടെയുള്ള, സംഘപരിവാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ, അവരുടെ നേതാക്കളെ, അവരുടെ സംസ്ഥാന നേതാക്കൾ, അതേപോലെ ദേശീയ നേതാക്കൾ, മന്ത്രിമാർ, എല്ലാവരെയും തന്നെ പല വ്യത്യസ്ത രീതിയിൽ ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷമായി അല്ലെങ്കിൽ കൂടിയും പരോക്ഷമായി അവരുടെ ഒരു രേഖാചിത്രം ഈ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ ഒരു ചിത്രം എടുക്കാൻ ഒരു സംഘവിരുദ്ധമായ പ്രമേയമുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വലിയൊരു സിംഹഭാഗവും കവർന്നു ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ തുറന്നു കാണിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു സിനിമ എടുക്കാൻ കഴിഞ്ഞ പൃഥ്വിരാജിനും മോഹൻലാലിനും ഞാൻ ആദ്യമേ അഭിനന്ദനം അറിയിക്കുകയാണ്. എൻ്റെ നിരീക്ഷണം കൃത്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഉപസംഹാരത്തോടു കൂടി പ്രിയപ്പെട്ട പണ്ഡിതനും നിരീക്ഷകനുമായ ഹുസൈൻ ബദരിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.